മാന്യ പ്രേക്ഷകർക്കും സ്റ്റാർ റാഗിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്റ്റാർ റാഗിങ്ങിൽ നമ്മളോടൊപ്പം പങ്കെടുക്കാനായിട്ട് ഈ വേദി പങ്കിടാനായിട്ട് എത്തിയിരിക്കുന്നത് മലയാള മിനി സ്ക്രീനിൽ നിന്നും മിമിക്രി വേദിയിൽ നിന്നും സിനിമാ വേദിയിലെത്തിയ ഏവർക്കും പ്രിയങ്കരനായ താരം ശ്രീ ജാഫർ ഇടുക്കി. ഒരു കാര്യം പറയട്ടെ, എന്തുപറ്റി? ഞാനിപ്പോ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് വന്നിട്ട് വന്നവരെയാണ്. അപ്പൊ എനിക്ക് ഇവിടം വരെ ടിക്കറ്റിന്റെ പൈസ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടുന്ന് വേറെ ആൾ കൊണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ഇവര് നിർത്തിയില്ലെങ്കിൽ എനിക്ക് പോകാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അത് നിർത്താം. ഓക്കെ, എറണാകുളത്ത് വരെ മതി. ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് പോയാൽ പോരെ? ഓക്കെ, അവർക്ക് വല്ല വിരോധം ഒന്നുമില്ല. അവർക്ക് എന്ത് വിരോധം? എനിക്ക് വിരോധം ഉണ്ടെങ്കിൽ എനിക്കൊരു വിരോധമില്ല. പക്ഷെ ജാഫർ ഭയങ്കര എനർജിയാണ്, നല്ല എനർജി. അതായത് നമ്മളിവിടെ വരുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ സാധാരണ ഇതിലെല്ലാവരും ഹായ് നമസ്കാരം ഒരു മസിൽ കൊടുക്കും കാര്യങ്ങൾ. ജാഫർ അതൊന്നുമില്ല, അതിനൊരു പവർ ഉണ്ടാവും അല്ലേ എല്ലാവരും? ശരിയല്ലേ? ഓക്കെ, അവരുണ്ടായി. ഓർക്കസ്ട്രയുടെ പഞ്ചുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി കൂട്ടിക്കളഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞു. ഇത്തിരി സമയം കിട്ടില്ല. അങ്ങനെയല്ല, എനിക്കത് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം വരെ പോകുന്നില്ല, എറണാകുളം വരെ. അതായത് പാട്ടിൻ്റെ പല്ലവി മതി, ബാക്കി ട്രിവാൻഡ്രം വരെ എന്ന് വെച്ചത് ഒരു പാട്ടിൻ്റെ ഫുള്ളായിട്ടുള്ളത്. എറണാകുളത്ത് വെച്ച് നമ്മൾ ഇറങ്ങുന്നു, ആലുവന്ന് എറണാകുളത്ത് ഇറങ്ങി, അത്ര മതി പാട്ട് അല്ലേ? ഓക്കെ, ആദ്യത്തെ ഒരു ചോദ്യം. ഈ സ്റ്റാർ റാഗിങ്ങിൽ അറിയാലല്ലേ? റാഗിങ് ഞാൻ കണ്ടിട്ടുണ്ട് പരിപാടി. നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്, ഏറ്റവും അടുത്തറിയാവുന്ന എനിക്ക് തോന്നുന്ന ഒരു മാസത്തിൽ ഒരു 5-8 പ്രാവശ്യം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിക്കുന്ന സുഹൃത്തുക്കളാണ്. അതെ അതെ, ഇപ്പം അടുത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായി. അതെ, എന്നോട് പോകുന്ന വഴിയിൽ വഴി അന്വേഷിക്കാൻ വേണ്ടി. പെരുമ്പാവൂർ വിട്ട ജാഫറിനെ വിളിക്കാണ്ട് ഞങ്ങൾ പോകാറില്ല ആരും. അത്യാവശ്യം സിനിമയായിട്ട് ബന്ധപ്പെട്ട ജാഫറിന്റെ സുഹൃത്തുക്കൾ അല്ലേ? വഴി തെറ്റി നടക്കുന്നവരെ വഴി പറഞ്ഞു കൊടുത്ത് ഞാൻ കറക്റ്റ് സ്ഥലത്തെത്തിക്കും. അതെ, പ്രത്യേകിച്ച് കുമളി തേക്കടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഫറിനൊരു വിളിയില്ലാതെ ആരും അങ്ങോട്ട് പാസ് ചെയ്യാറില്ല. അത് ശരിയാട്ടോ, എല്ലാവരും കൂട്ടുകാരാണേലും എല്ലാവരും വിളിക്കാറുണ്ട്. ശരിക്കും ജാഫറിന്റെ പാസ്പോർട്ട് നെയിം ജബ്ബാർ എന്നാണ്. അതെ. പിന്നെ എങ്ങനെ ഈ സിനിമയിൽ വന്നപ്പോൾ ജാഫർ ഇടുക്കിയത് ന്യൂമറോളജി നോക്കിയിട്ട് രാശി നോക്കിയിട്ട് പേര് മാറ്റിയതാണോ സിനിമയിൽ? അല്ല, സിനിമയിൽ വന്നപ്പോഴല്ലോ ജാഫർ ഇടുക്കി എന്നിട്ട്. അല്ല, മിമിക്രിയിൽ വന്നപ്പോഴും ജാഫർ ഇടുക്കിയായിരുന്നു. അതെ, അപ്പോൾ പക്ഷേ എൻ്റെ പേര് ജാഫർ എന്നാണ്. പക്ഷേ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ജബ്ബാറാണ്. എൻ്റെ അങ്ങനെ പറഞ്ഞ ഒഫീഷ്യൽ നെയിമില്ലേ? ഒഫീഷ്യൽ നെയിം അത് ജബ്ബാറാണ്. മൊയ്തീൻ കുട്ടി ജബ്ബാർ. കേട്ടിട്ടില്ല പാസ്പോർട്ട്? അത് പാസ്പോർട്ടിൽ അതാണ്. സിനിമയിൽ വന്നുകൊണ്ടിട്ടല്ല, അതിന് മുമ്പ് എൻ്റെ പേര് ജാഫറായിരുന്നു. ജാഫർ ഇടുക്കി എന്ന് പറയുന്ന പേരിൽ ഇപ്പം നമുക്ക് ഗൂഗിൾ സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ ജാഫർ ഇടുക്കി എന്ന് പറഞ്ഞ് അടിച്ചാൽ കിട്ടുന്ന ഒരു ലിസ്റ്റും അല്ലെങ്കിൽ ജാഫറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. പക്ഷെ ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടിൽ നോക്കിയിട്ട് ഇപ്പം പാസ്പോർട്ടിൽ ജബ്ബാർ മൊയ്തീൻ കുട്ടി ജബ്ബാർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹിസ്റ്ററി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് യാത്രകളിൽ എന്തെങ്കിലും ഈ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജാഫറും ജബ്ബാർ? ഈ ജാഫറിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയ്തീൻ കുട്ടി ജബ്ബാർ എന്ന് പറഞ്ഞിട്ടാണല്ലോ പേര്. അതെ അതെ. അപ്പം അങ്ങനെ കൊച്ചിൻ കലാഭവന്റെ ഒരു പ്രോഗ്രാം, ഇത് ഭയങ്കര വിലയായിട്ടുണ്ട് ഈ ജബ്ബാർ. പാസ്പോർട്ടിലെ ജബ്ബാർ? പാസ്പോർട്ടിലെ ജബ്ബാറിലേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഒന്നും വെച്ചിട്ടില്ലല്ലോ. അതിന് എന്നാലും നമ്മൾ അതും ഇതൊക്കെ വെച്ചാൽ അവരിരിക്കുന്നവർ വന്ന് അടിച്ചു നോക്കുമല്ലോ. അങ്ങനെ പോയി അമേരിക്കൻ ഷോയ്ക്ക് പോയപ്പോഴാണ് കലാഭവന്റെ പോക്കൊക്കെ അറിയാമല്ലോ. ഒരു 10-28 പെട്ടി കാണും. മരത്തിൻ്റെ പെട്ടിയായിരിക്കും, കട്ടി കുറവായിരിക്കും. അതിന് ബെൽറ്റ് ഇരുമ്പിൻ്റെ ബെൽറ്റിലുള്ള പൂട്ടൊക്കെ ആയിരിക്കും. എല്ലാ എക്യുപ്മെൻസും കൊണ്ടുവന്നത് അങ്ങനെയാണ്. അങ്ങനെ എല്ലാം കെട്ടിപ്പറക്കി ഇവിടുന്ന് പോയി അവിടെ ചെന്നിറങ്ങി. ഞങ്ങൾ 10-20 പേരുണ്ടായിരുന്നു അന്ന്. അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 10-20 മണിക്കൂർ യാത്ര ചെയ്തതിന് ക്ഷീണവും അതൊക്കെ ആയിരിക്കാം. അത് തന്നെയല്ല, എന്തെങ്കിലും ഒരു ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കാൻ തിരക്കത്തിന് പെണ്ണുങ്ങളും ആണുങ്ങളും അവരെല്ലാം കൂടി ചാടി കൂട്ടത്തിൽ ഈ ആലപ്പുഴക്കാരൻ ഒരു തബലിസ്റ്റ് പ്രണവും ഞാനിവിടെ കൂടി അവിടെ ഇറങ്ങിയതുള്ളൂ. ഒന്ന് മാറി നിന്നപ്പോൾ ആ പെട്ടിയുടെ മൊത്തം നോട്ടക്കാരി ഞങ്ങളായെന്ന് കരുതി ഇവരങ്ങ് പോയി. അന്നവരുടെ വണ്ടിയെ കയറി കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സൈക്കിളിലൊരു ആളിങ്ങനെ വന്ന് ഞങ്ങളൊന്ന് റൗണ്ട് ചെയ്തിട്ട് പോയി. റൗണ്ട് കെട്ടിയൊക്കെ പോയി. അതിനുശേഷം പെട്ടെന്ന് വേറൊരു സൈക്കിളിൽ ഒരു ലേഡിയും വേറൊരാളും കൂടെ വന്നിട്ട് ഒരു കോയിൻ ബോക്സ്, ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ $1 ഇട്ട് കഴിഞ്ഞാൽ കോയിൻ ചാടി വരുന്നത്, അത് റിപ്പയർ ചെയ്യാനായിട്ട് അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ നിൽക്കുന്നു. അപ്പോൾ അവരെന്തോ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ്, അവനും ഇച്ചിരി ഇംഗ്ലീഷ് പറയും. പിന്നെ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയാൻ പാടില്ല, എനിക്കൊക്കെ അറിയില്ല. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ഒരു അറിയും മുറിയും പറഞ്ഞു ഇങ്ങനെ ഇന്ത്യക്കാരാണ്, ഇവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം ഷോയ്ക്ക് വന്നതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് മിമിക്രി ആർട്ടിസ്റ്റാണെന്നൊക്കെ പറയും. അപ്പോൾ അവിടെ വന്നിട്ട് അവർ ചുമ്മാ കൂളായിട്ട് ചിരിച്ച് കളിച്ച് ഇപ്പോൾ പട്ടി വരയ്ക്കുന്നു, പൂച്ച കരയുന്നു. ഇവിടെ മമ്മൂട്ടിനും മോഹൻലാലും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റില്ല. അപ്പോൾ പട്ടിയും പൂച്ചയും പ്രകൃതിനെ അങ്ങോട്ട് അനുകരിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവർ പെട്ടെന്ന് അങ്ങനെ ഹാപ്പി ആയിട്ട് പോയി. അവർ ശരിക്കും അത് നന്നാക്കാൻ വന്നാൽ ആദ്യം വന്ന പോലീസുകാർ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് പോയി. ആ റൗണ്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4-5 പോലീസുകാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോക്ക്, പിന്നെ വയർലെസ്, മറിച്ച് ചുറ്റുമുള്ള കണ്ടിട്ടുള്ളല്ലോ. അങ്ങനെ വന്ന് നിരന്നിങ്ങന്ന് വട്ടത്തിൽ വന്നിട്ട് പിന്നെ കോളാണ്. ഈ കോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇയാൾ വന്നതേ പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു. ഞാൻ പാസ്പോർട്ട് എടുത്തു, പ്രണപ്പെടുത്തു.
പാസ്പോർട്ട് എടുത്തിട്ട് വായിച്ചു. എൻ്റെ പാസ്പോർട്ട് എടുത്തു വായിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ അയാൾ കയ്യിൽ വെച്ചിട്ട് അടുത്ത പാസ്പോർട്ട് എടുത്തു. അപ്പോൾ പ്രണബ് നടേശൻ പെട്ടെന്ന് വായിച്ചു മറിച്ചു കൊടുത്തു. പിന്നെ ഈ കോളൊക്കെ ചെല്ലണ പിന്നീടാണ് സ്പോൺസർ സംസാരിക്കുമ്പോൾ ഫ്ലൈറ്റിനകത്തൊക്കെ സംസാരിക്കവർ മൊയ്തീൻകുട്ടി ജബ്ബാർ എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിറങ്ങിയിട്ടുണ്ട്, മറ്റേ മറിച്ചുകൊണ്ട് പെട്ടിയൊക്കെ ആയിട്ട് അതാണ് എനിക്കാരും സംസാരിച്ചത്. അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അതോ വേൾഡ് സെൻ്ററൊക്കെ ഇടിച്ചു ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഇത് ഇവിടെ ക്ലീനിങ് നടക്കാൻ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ നടക്കുമ്പോഴാണ് ഇത് ഭയങ്കര വിഷയം. അപ്പോൾ നോക്കുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ പുറകോട്ട് വരുന്നുണ്ട്. അതിന് ഡോറ് തുറന്ന് സിനിമ സ്റ്റൈലിൽ ഒരു സിംഹത്തിനെയും കൊണ്ട് 2 പോലീസുകാർ വന്നു. ആ പട്ടിയും കൂടെ വന്നു. ഈ പെട്ടിയിൽ മൊത്തം കൂടെ മണത്ത് വരുന്നു. ഞങ്ങളെയൊക്കെ മണത്ത് വേണ്ട ഈ പട്ടിയൊക്കെ നിന്നേ ചെയ്യും അങ്ങോട്ട് പോകും. ഇപ്പം ഇത് പ്രണവ് കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് അനുഭവിച്ച് ഞാനും എൻ്റെ മനസ്സും പറയുന്നുണ്ട്. അവിടെ നിന്ന് ആൾക്കാരുണ്ട്, അവരെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ആ പ്രണവിനോട് ചോദിച്ചാൽ പറയും ഇത് ഈ പട്ടിയെ കൂടെ നിലത്തുനിന്ന് കുത്തിയിട്ട് നെഞ്ചത്തേലേക്ക് കാലം കുത്തിയിട്ടെ എന്നെ കുത്തി കേട്ടോ ഇങ്ങനെ കാണിക്കാം. അപ്പം എനിക്ക് മനസ്സിലായി ഈ പട്ടിക്ക് പേസ്റ്റ് മേടിച്ചു കൊടുക്കണം. ഒരു ഇറച്ചിക്കടയിലെ മണമായിരുന്നു എൻ്റെ വായിന്ന് വന്ന്. എന്താ പറയുക നമ്മുടെ ചേർന്ന് ഇങ്ങനെ നിൽക്കുമല്ലേ ഇങ്ങനെ കേട്ടോ അതിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ട് വന്നതായിരിക്കും. ഞാൻ പിന്നെ 15 പ്രാവശ്യം ചെന്ന് വായും പൂക്കും കഴിയും കുളിച്ചിട്ടാണ് ഇത് വിനയല്ലേ ആ ജബ്ബാറുണ്ടാക്കി. പക്ഷേ ജാഫർ പിന്നെ ഇടുക്കി ചേർത്തെന്ന് പറഞ്ഞാൽ കലാഭവനിലായിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ കലാഭവൻ ജാഫർ എന്ന് വേണമെങ്കിൽ ഇടാമായിരുന്നു. അതിനൊരു കാര്യമുണ്ട്. ആ കലാഭവൻ അവിടെ ചായ കൊണ്ടതിന് ആനച്ചേട്ടൻ വരെ കലാഭവൻ ആനടി നേട്ടാണ്. അവിടെ കടന്നു പോകുന്ന ഒരാൾ പാലുകൊണ്ട് കൊണ്ടല്ലേ ഇവിടെ കലാഭവൻ പാലുകൊണ്ട് കൊടുക്കും. എന്താ പേര്? സുരേഷ് കലാഭവൻ പാലോച്ചോടക്കാരൻ. അപ്പോൾ എല്ലാവരും കലാഭവനാണ്. ആ പേര് കിട്ടേണ്ട ആൾക്കാർക്ക് കിട്ടിയ കലാഭവൻ മണി, കലാഭവൻ റഹ്മാൻ, അങ്ങനെ കുറേ പേർക്ക് കിട്ടിപ്പോയി. അപ്പോൾ ഞാൻ ജാഫർ ഇടുക്കി എൻ്റെ പേര് അങ്ങോട്ട് അങ്ങോട്ട് കാച്ചി. അല്ല വേറെ ഇപ്പം ഇടുക്കിയിൽ നമുക്ക് ഡാമിൻ്റെ ഭീഷണിയുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും പറയാറുണ്ട് ഭീഷണി. ഈ ഭീഷണി ജാഫറിന് ശരിക്കും കഴിഞ്ഞാൽ ഡാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കുത്തിയൊലിച്ച് പോകുന്ന ഏരിയയിൽപ്പെട്ട ആളാണ്. അത് നിങ്ങളുടെ ധാരണയല്ല, അത് നിങ്ങളുടെ അല്ല ഇവിടുത്തെ ആൾക്കാരുടെ ധാരണ. ഞങ്ങൾ കുത്തിയൊലിച്ച് പോരുന്നു അല്ലേ? ഇപ്പോൾ ഇടുക്കി ഡാമിനൊന്നും സംഭവിപ്പിക്കാതിരിക്കട്ടെ. എൻ്റെ കനേഡിയൻ തിയറിയൊക്കെയാണ് അതിൻ്റെ. അതിന് ചാലക്കുടിക്കാരൻ്റെ ഒരു അദ്ദേഹമായിരുന്നു അതിൻ്റെ കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ. അവിടെ മണി ബായിയുടെ വീടിനടുത്തുള്ള ഒരാളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാൽ അപകടത്തിൽ പെട്ടിട്ട്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നവർ 20 വർഷം കഴിയുമ്പോഴത്തേക്കും അത് പാറയാവുന്നു ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എനിക്കൊരു 6 വയസ്സോളം പ്രായമുള്ളപ്പോൾ ഇന്ദിരാഗാന്ധി വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ എത്ര വർഷമായ ഡാമിൻ്റെ വളർച്ച എന്നൊക്കെ നമുക്കറിയാം, അല്ല അതിൻ്റെ പഴക്കം. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാം അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പ്രാർത്ഥനയാണല്ലോ ലോകത്തെ നമ്മുടെ ഇന്ത്യക്കാർക്ക് മൊത്തം കേരളത്തിൽ. അതങ്ങനെ സംഭവിക്കില്ല, അത് സംഭവിപ്പിക്കില്ല. അങ്ങനെ സംഭവിച്ചു ബൈ ചാൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കാണും. ഇതുണ്ടോ അനുസരിച്ച് അതിൻ്റെ ഒരു 6000 പൊക്കം കൂടെ മുകളിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ നിങ്ങളല്ല ഇവിടെ വെള്ളത്തിൽ കിടക്കണതാണ് ട്യൂബും അതും ഇതും. പിന്നെ കലത്തിനകത്ത് വെള്ളം നിറയ്ക്കാതെ കയറിയിരുന്ന് ഇക്കൊക്കെ കലത്തിനകത്തൂടെ ട്യൂബിനകത്തൂടെ ഇറങ്ങണതാണ്. എല്ലാവരും ട്യൂബ് കരുതി വെച്ചു. അതേ ഉള്ളൂ. ഇടുക്കി ഡാമിനൊന്നും പറ്റിയല്ല. പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറ്റിയല്ല. അത്ര മുകളിലാണ്, അതിൻ്റെ സേഫാണ്. ആ അതൊക്കെ സേഫ് തന്നെയാണ്. അതൊക്കെ നല്ല ഉഗ്രണ്ട്. അതൊക്കെ ഡാം, ഇടുക്കി ഡാം, ചെറുതോണി ഡാം. ഞാൻ പറ്റേ മിമിക്രി ആർട്ടിസ്റ്റ് ആയില്ല, സിനിമ ആർട്ടിസ്റ്റ് ആയില്ല എന്ന് വിചാരിക്കും. വേറെന്ത് ജോലി ചെയ്യായിരുന്നു? എല്ലാ ജോലി. എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്? ജോലിയെല്ലാം കൂലിപ്പണിയെല്ലാം ചെയ്തിട്ടുണ്ട്. മിക്കവാറും കൂലിപ്പണി നടത്തിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എല്ലായിടത്തും പറയാനുള്ളത് ഓട്ടോറിക്ഷ 10 കൊല്ലം ഓടിച്ചു. പിന്നെ ഇലക്ട്രോണിക്സും ഇലക്ട്രീഷ്യനും ഒക്കെ ആയിരുന്നു. അതിന് ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ മിമിക്രി അങ്ങോട്ട് കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഷോപ്പിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ ബില്ലിട്ട് കൊടുത്ത് അതിൽ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പ്ലംബിങ്, അത് ഡ്രൈവിങ്, എല്ലാം ഡ്രൈവ് ചെയ്യും. ഈ കണ്ടെയ്നർ വരെ ഓടിച്ചിട്ടുണ്ട്. പ്ലെയിനും ട്രെയിനും കൈ കിട്ടിയിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ഞാൻ പ്ലാൻ ചെയ്തേനെ. ഈ കണ്ടെയ്നറൊക്കെ ഓടിക്കുമ്പോൾ വലിയ വണ്ടിയല്ലേ? അല്ല, അതൊരു കൂട്ടുകാരൻ തന്നാ ഒരു 10-15 കിലോമീറ്റർ ഓടിച്ചോളൂ. ഓടിച്ചു കഴിഞ്ഞിട്ട് അത് നമ്മൾ ചെന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയണം. ബാക്കി തിരിയണമെങ്കിൽ ഇങ്ങനെ തിരിച്ചാൽ ഇങ്ങോട്ട് വരില്ലേ? പക്ഷെ അത് ഓപ്പോസിറ്റില്ലേ ഇതിനുള്ളത്, കൊളുത്തിയിട്ടേക്കുമല്ലേ. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വാൽ അങ്ങാട് പോകും. അപ്പോൾ എങ്ങനെ അത് അങ്ങനെ ഓടിക്കുമോ? ഇവിടെ തിരിക്കേണ്ട വല്ലതും ഉണ്ടോ? എറണാകുളത്ത് പാലാരോട് നിന്ന് ഓടിച്ചിട്ട് അത്താണിക്ക് ചെന്നപ്പോൾ നിർത്തി കൊടുത്തു. പോലീസുകാർ നിർത്തിച്ചു, അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കിയാണ്. അങ്ങനെ പറ്റിപ്പോതാ. ആകെ മൊത്തം ഒരു ചൈനീസ് ലുക്കാണല്ലോ. ഞാൻ കുറെ സ്കിറ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കാണ്. ചൈനീസ് മുടിയൊക്കെ ഇവിടെയൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട്. പക്ഷെ ഈ ഇടുക്കിക്കാരൻ ജാഫറിന് എങ്ങനെ ഈ ചൈനീസ് ലുക്ക് കിട്ടി? അതിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? ചൈനീസ് ലുക്ക് കിട്ടിയെന്ന് ആരാ പറഞ്ഞു? ചൈനീസ് ലുക്ക് ആണല്ലോ എല്ലായിടത്തും. ഇപ്പൊ സുഗൺ സ്റ്റൈൽ വരെ ഇറക്കിയല്ലോ. സുഗൺ സ്റ്റൈൽ ചൈനീസ് ലുക്ക്. അതെ അതെ. എന്നെ കണ്ടിട്ട് ചൈനീസ് ലുക്കായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഇക്കാ തോന്നുന്നുണ്ടോ? എന്നെ കണ്ടിട്ട് ചൈനീസ് ലുക്കായിട്ട് തോന്നുന്നുണ്ടായിരുന്നു.
ചൈനീസ് ലുക്കായിട്ട് എന്നെ കണ്ടിട്ട് തോന്നുന്നുണ്ടോ മോനെ? ചെറിയൊരു തോന്നലുണ്ട്, അതുകൊണ്ട് അതെന്നാന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാരെ കണ്ടിട്ടില്ല, നല്ല യഥാർത്ഥ ചൈനക്കാരെ കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയാം. യഥാർത്ഥ ചൈനക്കാരെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, എൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഇപ്പം കയ്യിലിരിക്കുന്നു, ഇപ്പം വെച്ചിരിക്കുന്ന കണ്ണാടി ചൈന, കയ്യെ കെട്ടിയുള്ള ചരട് ചൈന, ഷർട്ട് ചൈന, പാൻറ് ചൈന, വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ചൈന. പിന്നെ വീട്ടിലുള്ളവരാരെങ്കിലും ചൈനക്കാരനൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതെല്ലാം കൂടെ വെച്ചിട്ട് പോക്കറ്റിൽ തള്ളിക്കൊണ്ട് നടന്നു ഞാൻ ചൈനക്കാരനെ കണ്ടു. ഓടോ ഞാൻ എന്നെ കണേ ജപ്പാൻകാരനെ പോലെ ജപ്പാൻ ചൈനക്കാർ നമ്മുടെ ശത്രുരാജ്യത്തെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ജാഫറിനൊരു നായകനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ആരെ നായികയാക്കും? ഈ ഇരിക്കുന്നതിൽ ആരെ നായികയാക്കും? ഇവരൊന്നും നായികയാക്കൂല. നായികയാക്കണമെങ്കിൽ നായിക അതെന്നേക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നായികയാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ഷേപ്പ്, അതിൻ്റെതായ ഒരു സൗന്ദര്യം, അതിൻ്റെതായ ഒരു ഘടകമൊക്കെ വേണം. ജാഫർ അറിയണ്ടേ? അല്ല, ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞു കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും ഒന്ന് അഭിനയിക്കാവും? ആരെങ്കിലും സാധനം ഒരു സാധനമുള്ളൂ. അത് അറിയുമ്പോൾ തന്നെ അറിയാം. ഇത്രയും ആൾക്കാർ ഇത് ഷൂട്ടിങ്ങിനൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഇവിടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഉണ്ട്. ജാഫർ ഇപ്പോൾ ഒരു ക്യാരക്ടർ ജാഫർ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ജാഫർ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. ഞാനാണ് ചെക്കൻ. ഈ പെൺകുട്ടി വരുന്നു. ചെക്കൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെൺകുട്ടി മറുപടി പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ ചോദിക്കാം. ഒരു സാധാരണ പെണ്ണുകളിലാണ്. സാധാരണ അല്ലാതെ ഇപ്പോൾ ഒരു വലിയ കൊട്ടാരം പണിതിട്ട് അവിടെ വന്നിട്ട് പെണ്ണിനെ ചക്കുരു ഇരിക്കുമ്പോൾ ഉരിച്ചു നോക്കാനൊന്നും. സാധാരണ ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്ന റിയലിസ്റ്റിക് ആക്ടിങ്. നമ്മുടെ പഴയ ഒരു പെണ്ണ് കാണില്ല, സാധാ ഒരു തറവാട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ആര് വരും? ഞാൻ വന്നു. ഇക്ക ബ്രോക്കർ വായിക്കും. ഞാൻ ബ്രോക്കറാണ്. എന്നാ എന്നെ ബ്രോക്കർ ആക്കി. ആക്കി. അതെ അതെ. എന്നിട്ട് അപ്പോൾ ഇക്ക പറഞ്ഞോളൂ, അവിടെ അച്ഛൻ നിപ്പുണ്ട്, അമ്മ നിപ്പുണ്ട്, അവരെല്ലാം സ്വന്തക്കാർ. പിന്നെ ഒരു ആവശ്യമില്ല, അമ്മാവും വരും ഈ പെണ്ണിൻ്റെ വീട്ടിൽ. അതെ, ആ അമ്മാവനുമായിട്ട് യാതൊരു ടച്ചും ഇല്ലാത്തൊരു ടീമായിരിക്കും. ഒരു വെളിച്ചെണ്ണ പരട്ടി മുടിയൊക്കെ കട്ട പിടിച്ച് ഒരു ഷാൾ ഉണ്ടാവും. പിന്നെ ഒരു ഷാൾ ഒരു ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് മാത്രം അന്ന എടുത്തിട്ടുള്ളൂ. പിന്നെ കിട്ടുന്ന ചാരം ഏതാണ് ഈ വാരി ഇവിടെ അങ്ങോട്ട് തൂക്കും. ഒരു അമ്പലത്തിൽ ചെന്നാൽ ഭസ്മം കിട്ടും, അത് പുണ്യമാണ്. എന്തോരം ഇതൊക്കെ കിട്ടുന്ന പുണ്യമായിട്ടുള്ള സാധനം. ഇത് എവിടെ നിന്നെങ്കിലും കൈ തൂത്തുകാരെ ഇങ്ങനെ തൂത്ത് ഇട്ട് വന്നു കേട്ടാൽ ഒരഭിപ്രായം എല്ലാം കാര്യം റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ എന്നാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കലോ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുക്കൻ പെണ്ണ് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾക്ക് വല്ല അഭിപ്രായം പറയാണോ ചോദിക്കുന്നു. ശരിക്കും ഈ ചെറുക്കൻ എന്നാ പണി അവിടെ നിന്നിട്ട് ചോദ്യം ചോദിക്കണം. അതുകൊണ്ട് ശരിക്കും അതെന്നാ പുള്ളി ഉദ്ദേശിച്ചത് എനിക്കറിയാൻ പാടില്ല. അവിടെ നിന്ന് അല്ല അത് പറഞ്ഞല്ലോ ഇദ്ദേഹം ആരാ? ഇതൊക്കെയാണ് നിങ്ങൾ തറവാടികളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. നിങ്ങൾ തറവാടികളല്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളുടെ കൊച്ചിൻ്റെ കാര്യം ഞങ്ങൾ നോക്കണം. ആ കൊച്ചി കണ്ട നന്നല്ല, ഇത് ആരാന്നാ കുട്ടി ചോദിക്കും. അതാരായിരുന്നു അമ്മേ? അത് നമ്മുടെ ഒരു മറ്റേ അമ്മാവനാന്ന് ഒരു അനാവശ്യം അത് ഉപയോഗിച്ച് പറയുന്ന ഒരു അമ്മാവൻ വരും. അപ്പോൾ ആ അമ്മാവനൊക്കെ ഇരിക്കുന്ന സദസ്സിലെ പെണ്ണു ഒന്ന് പറഞ്ഞു ഞാൻ ചെറുക്കൻ. ആര് വരും പെണ്ണ്? നിമിഷം വരുമോ? കയ്യിൽ ട്രേക്ക് പകരം മൈക്ക്. ചെക്കൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. ഹലോ, എത്ര പഠിച്ചു? LLBക്ക്. LLBക്ക്. ഇതിനു മുമ്പ് LLBക്ക് വേറെ ഡിഗ്രി ആയിരുന്നു. ഡിഗ്രി ആയിരുന്നു. ഇപ്പം LLBക്ക് ഡിഗ്രി ആയിരുന്നു. പിന്നെ അനിയത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അനിയത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അനിയത്തി വന്നിട്ടില്ല. എവിടുന്ന്? അവൾക്ക് ഹോസ്റ്റലിലാണ്. ഹോസ്റ്റലിൽ എവിടെ പഠിക്കുന്നു? എവിടെ? എറണാകുളത്ത് പഠിക്കുന്നു. ആങ്ങളെ ഒരാൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ല. എന്തായിരുന്നു ജോലി? ഞങ്ങൾ എയർഫോഴ്സിലാണ്. എയർഫോഴ്സ്. മാരീഡാണോ? കല്യാണം കഴിച്ചാ? ഞാനോ? ഇതാണ് ഇവിടെയാണ് ആദ്യം തരുന്നത്. കണ്ടോ, പേടിച്ചാൽ ഇങ്ങനെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുഭവമുള്ള ഒരു സംഭവമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നത് കൊച്ചു ചോദിച്ചതിൻ്റെ ഹ്യൂമർ സെൻസ് ഉണ്ട്. ഞാനോ? അല്ല, അത് നല്ല ഹ്യൂമറാണ്. കല്യാണം കഴിച്ചാണോ? ആങ്ങളെ കല്യാണം കഴിച്ചാണെന്നാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ തരക്കേടില്ലാതെ അഭിനയിച്ചോട്ടോ. പിന്നെ ഒരു ആട്ടമുണ്ട്. റെസ്പെക്ട് കൊണ്ട് ഇങ്ങനെ കുഴിഞ്ഞത്. അല്ല, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ചെറുക്കൻ്റെ അടുത്തൊരു പെണ്ണ് ചോദിച്ച ചോദ്യത്തിനെല്ലാം ഒന്ന് ചോദിച്ചേക്കാം. പഠിക്കാനപ്പോ ഇങ്ങനെ കാണിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും പണ്ട് ഒരു വിറ്റുണ്ടായിരുന്നല്ലോ, മൂടിയിട്ട് അതുപോലെ കൈ പറയ്ക്കുന്നത്. അതുപോലെ എല്ലാത്തിനും ഒരു പ്രാവശ്യം അത് തന്നെയല്ല. ഒരു പെൺകുട്ടി റെസ്പെക്റ്റ് കാണിക്കും, അതിനും മാത്രം റെസ്പെക്റ്റ് കാണിക്കുമോ?
ചേട്ടനെ കണ്ടപ്പോൾ പയ്യൻ ഭയങ്കര വന്നിരിക്കും. റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പേഴ്സൺ ആണെന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ്. ആ പിന്നെ അത് തന്നെയല്ല ഞാൻ കാലഘട്ടം പറഞ്ഞായിരുന്നു, കാലഘട്ടം മാറ്റിയിട്ടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ കല്യാണമല്ല, പഴയ ഒരു പെൺകുട്ടിയൊക്കെ പറയില്ല, പഴയത് ഇങ്ങനെയൊന്നും നിൽക്കുവാനില്ല. അവരെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടേതായ ഒരു നിപ്പൊക്കെ വയ്ക്കും, വന്നിട്ട് നമുക്ക് മുഖം തരാതെ. എന്നല്ല, അത് മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. പണ്ടത്തെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാലുകൊണ്ട് ആ കാലുകൊണ്ട് അത് വരയ്ക്കുന്ന പോട്ടെ, അത് വരയ്ക്കണ വല്ല ഉറുമ്പും കടിച്ചു നിലത്തിട്ട് തൂത്താരി. അപ്പോൾ ഇതിങ്ങനെ പതിയുണ്ടല്ലോ, ഇതിങ്ങനെ വന്ന് തന്നു നമ്മൾ ഹലോ തരും. അപ്പോൾ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമുള്ളതാണെങ്കിൽ ഹലോ എന്ന് കാണിച്ചു നിന്നിട്ട് ഈ കൈ വെച്ചിട്ട് പിന്നെ എന്തൊക്കെയാണെന്നല്ലോ, പിന്നെ കണ്ണ് കിടന്ന് കാണിക്കണം, കണ്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. അതെന്താ സംഭവം അറിയാം. ഇപ്പോഴത്തെ കുട്ടികളുടെ സാധാരണ കാഷ്വൽ ആയിട്ടുള്ള പെണ്ണ് കാണലിലൊന്നും നമ്മൾ ജസ്റ്റ് ആദ്യം പറഞ്ഞു പോയി. അപ്പം ജാഫർ ഉദ്ദേശിച്ചത് പഴയതും ഈ കുട്ടികളും ഞാനും വിചാരിച്ചത് പെണ്ണ് കാണില്ലാണ്. പുതിയ പെണ്ണാണെങ്കിലും ഇങ്ങനെയാണോ കാണിക്കുന്നത്? പുതിയ പെണ്ണ് കാണലാണെങ്കിലും ഇങ്ങനെയല്ല പെണ്ണ് കാണുന്നത്. ഇത് സാധനം വേണ്ട. തുണി അലക്കും പോലെ ആയിപ്പോയി, കൂടിപ്പോയെന്നേ. തുണി അലക്കല്ലേ? എന്നാലും അത് വന്നു കഴിയുമ്പോൾ നോക്കിയോ, അതിപ്പോ നോക്കിയാൽ ക്യാമറയിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ഈ രണ്ട് മുടിയും കിടന്ന് എന്ന് പറയാം. അത് കറക്റ്റാ പറയാം. കറക്റ്റ് ഹൈവേ കൂടെ ആടിനെ ഇറക്കാനായിട്ടോട്ട് പോലും ഹൈവേയിലൊക്കെ മുട്ടനാടിനെ ഇറക്കാൻ പോകുമ്പോൾ ഈ ചെവി എടുത്ത് രണ്ട് ചെവി ഇങ്ങനെ വാളമുള്ള ചെവി ഉണ്ടാവും. അത് പോകുമ്പോഴത്തേന് അത് ഗത്യന്തിനെ മുട്ടിയാൽ വേണ്ട, ഇവർ എങ്ങോട്ട് കൊണ്ടുപോകണം തരാൻ വേണ്ട. റാങ്കർ അവിടെ നിന്ന് വരുന്നു, പുള്ളി സൈഡിൽ കൂടെ വീടി വലിച്ച് പുള്ളി പോകും. ആട് റോട്ടിൽ കൂടെ കയറി കിടക്കണം. അപ്പോൾ ആട് വന്നപ്പോൾ റാങ്കർ അടുത്തോണ്ടിരിക്കുമ്പോൾ ആടിൻ്റെ ആ പേടിച്ച നടപ്പിൽ ഈ സാധനം കിടന്ന് ഇങ്ങനെ അടിക്കും. അതുപോലെയാണ് രണ്ട് സൈഡിലും ഇങ്ങനെ എടുത്താണ്. നിമിഷ അവിടെ ഇരിക്കുക. ഇത്രയല്ല, നായികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അഭിനയിക്കണം. അല്ല വന്നിട്ട് ഇങ്ങനെ മുടിയാട്ടിയാണെന്ന് നായികയാവില്ല. അല്ല എനിക്കിപ്പോൾ ഇത് എല്ലാവരും കാണുന്ന പരിപാടിയാണ്. എനിക്കിപ്പോൾ നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചാൽ, മോളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ വേറെ സിനിമ ഉണ്ടാവും. അപ്പോൾ ആ സിനിമയിലേക്ക് ആരെങ്കിലും എന്നെ വിളിക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടിയുടെ സിനിമയാണ്, അതാണ് ഒരു ചെറിയൊരു വേഷമാണെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ അരി മേടിക്കല്ല അവനെ. അപ്പോൾ എല്ലാവരും വളർന്നു വരണം, പക്ഷേ കഴിവുണ്ടെങ്കിൽ വളർന്നു വരാവും. കഴിവില്ലാതെ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ ഒരു പട്ടി ലിപ്സ്റ്റിക്കും കുറച്ച് പിന്നെ പൗഡർ ടിന്നും ഒക്കെ ആയിട്ട് ഒരു തൂക്കുപാത്രം പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആരും ചോറ് വിളമ്പിത്തരുന്നത് ചാൻസ് വരികയല്ല. ഓക്കെ, ഇപ്പം മലയാള സിനിമയിൽ സജീവമല്ല, അത് എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത്? സ്വയം സെലക്റ്റീവ് ആയതാണോ അതോ സംവിധായകർ വിളിക്കാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണത്? സജീവനല്ല, സജീവമല്ല സിനിമയിൽ, മലയാള സിനിമയിൽ. പിന്നെ ഇംഗ്ലീഷിലാണ് സജീവം. അല്ല എനിക്കത് വ്യക്തമല്ല. അതായത് ഇപ്പം മലയാള സിനിമയിൽ സജീവനാണെന്ന്, സജീവമല്ല സജീവമല്ല. മോൾ എത്ര പടം കണ്ടിട്ടുണ്ടല്ലോ? ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട്. പടം കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇറങ്ങുന്ന ഈ പിന്നെ കിസ്സിങ് മാത്രമുള്ള പടം അങ്ങനത്തെ ഉള്ളതല്ലാണോ? എല്ലാ പടം കാണും. തെരഞ്ഞെടുത്ത് ഇവിടെ ആരും കാണാൻ പോവാറില്ല. കാണുമ്പോഴല്ലേ അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. അല്ല ശരിയാവും. എന്ത് ശരിയായി? എന്റെ ഒരു സിനിമ ഉണ്ടോ താൻ പറ. ഈ അടുത്ത് ഏതെടുത്ത് ഈ അടുത്തിറങ്ങിയ ഫിലിം അല്ല. ഇവിടെ ഞാൻ 100 പടം കഴിഞ്ഞിടോ. സജീവമല്ല ഞാൻ 4 പടം ചെയ്തോണ്ടിരിക്കുക. സജീവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഒന്നുമില്ല. റോൾ ചെയ്തിട്ടുണ്ട്. എത്ര പഠിക്കണത്? വർക്ക് ചെയ്യുന്നു. എവിടെ വർക്ക് ചെയ്യുന്നു? പറയാൻ പറ്റില്ല. ആന പഠിത്തം തോറ്റുപോയോ? പഠിച്ചപ്പോൾ തോറ്റുപോയോ? എന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്? പറയാൻ പറ്റാത്ത സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പഠിത്തം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിത്തല്ലയോ? എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു. അതെന്തായാലും കുഴപ്പം ഞാൻ സജീവമാണെന്ന് താനാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ഇപ്പൊ സിനിമയിൽ കണ്ടോ ഇല്ലെന്ന് താൻ എങ്ങനെ അറിയണേ? ഞാൻ കാണുന്ന ഫിലിമിലൊന്നും ഏതാണെന്ന് താൻ കണ്ട സിനിമ? ഈ അടുത്തിറങ്ങിയ സിനിമ അത് പറയൂ. ഇപ്പൊ ഏറ്റവും വലിയൊരു ഹിറ്റായി ഇപ്പൊ എറണാകുളത്ത് ഓടുന്നൊരു പടം ഉണ്ട്, അറിയാം? റോമൻസ്. കണ്ടോ? റോമൻസ് പടം കണ്ടോ? കഴിഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ടുണ്ട്. അല്ല റോമൻസ് കണ്ടോ? കണ്ടില്ല. ഇന്നിറങ്ങിയ പടത്തിൽ ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. അല്ല, റോമൻസ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. റോമൻസ് കണ്ടോ? അതിനകത്ത് മോൻ തന്നെ കണ്ടു. അത് കഴിഞ്ഞിട്ടുള്ള ഫിലിം വന്നു, എല്ലാം വന്നു. അത് മോൻ കണ്ടോ ആ പടം? കണ്ടു. ആ പടത്തിനകത്ത് ഞാൻ ആരാ? ഏത് പടം? റോമൻസിലോ? റോമൻസിൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. കണ്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു. റോമൻസ് കണ്ടില്ല. കണ്ടിട്ടില്ല. ഇപ്പൊ ഇറങ്ങിയ പിക്മാൻ കണ്ടോ? ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അതിന്റെ റിലീസായിരുന്നു പിക്മാൻ, ജയസൂര്യ പടം. കണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ ആ കുട്ടി ആരാന്ന് ആ കുട്ടിക്ക് വരെ അറിയാൻ പാടില്ല. പിക്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ പടം, അവര റബേക്ക എന്ന് പറയുന്ന ഡയറക്ടർ.
അത് തകരച്ചണ്ട എന്ന് പറയുന്നത് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. ആരാ നായിക? അതിനകത്താ നായിക ആരാ സിനിമയില്? നായകനെ അറിയൂ. അല്ല ആരാണ് നമുക്ക് ഏതിനകത്തെ? പിഗ്മാനിലെ. രമ്യ നമ്പീശൻ എന്ന് പറയുന്ന കുട്ടിയോ അല്ലേ? തിരക്ക് ഉള്ള കുട്ടിയാ. ആ അപ്പൊ ഇറങ്ങുന്ന പടമൊക്കെ കാണും. നായകനാരാ? അതെ, നിങ്ങൾ കോക്കസിന്റെ ആൾക്കാരാണ്. നിങ്ങൾക്ക് ഞങ്ങളെക്കാളുള്ള പാവപ്പെട്ട ആൾക്കാരുടെ പടമൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും പടം കാണും. പിന്നെ പടം കാണാൻ ഇക്ക പാവപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെയാണോ പടം കാണാൻ പോകുന്നത്? പിന്നെ എന്താ പറയണ, ഞങ്ങളുടെ പടം കാണുന്നത് ഒരു എന്നെ പോലെയുള്ള അല്ല എന്നെ പോലെയുള്ള കാണാൻ പോകുന്നത് മോനെ എന്നെ പോലെയുള്ള ഒരാൾക്കാരുടെ പടം 3 മാസം കൂടുമ്പോൾ ഒരെണ്ണം കണ്ടാൽ മതി. എന്റെ സിനിമ ആടണമൊന്നും അല്ല. ഇക്ക ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഫിലിം കാണാൻ പോകുന്നത്. ഫിലിം കാണാൻ തിയേറ്ററിൽ എത്ര സമയത്താണ്? അപ്പൊ എന്റെ എത്ര പടം താൻ കണ്ടിട്ടുണ്ട്? ഇപ്പോ ഒരു ആൾ അഭിനയിച്ച പടം അയാൾ അഭിനയിച്ച പടം കൂടുതൽ കണ്ടിട്ടില്ല. ചിലപ്പോ നമ്മള് പോകുന്ന സമയത്തായിരിക്കും അയാൾ അതിലുണ്ടെന്ന് അറിയുന്നത്. അഭിനയിച്ച എത്ര ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റും. ഈ കേട എത്ര പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാല് ഒറ്റയടിക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വരുന്ന ഷോസ് ഒക്കെ നമ്മൾ ഒട്ടുമിക്കതും അതൊക്കെ സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ സജീവമല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പടം കാണാതെ പറയരുത്. സജീവമല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാളൊരു പണിയെടുത്തോണ്ടിരിക്കുക. അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചോട്ടെ അവരെ അട്ട് കിടക്കുമല്ലോ, ഒന്നും ഇല്ലല്ലേ, ആയാലും വലിയ ആളൊന്നും ആയില്ല എന്ന് പറയുമോ? സജീവമല്ല. പിന്നെ അങ്ങനെയല്ല ചോദിച്ചതിന്റെ അർത്ഥം. ഫീൽ ചെയ്തു അങ്ങനെ പറഞ്ഞത്. പിന്നെ ഫീൽ ചെയ്യാതിരിക്കുമോ അങ്ങനെ ഒരാളോട് തൊഴിലിനെ കുറിച്ച് ഫീൽ ചെയ്യേണ്ട കാര്യം എന്താ? ഇക്ക മലയാള സിനിമയിലുണ്ട് നിൽക്കൊക്കെ അറിയാമെങ്കിൽ പിന്നെ അങ്ങനെ ഫീൽ ചെയ്യേണ്ട സജീവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കേൾക്കാനിരിക്കും ആൾക്കാരാ. മറ്റേ ഒരു കുട്ടി പറഞ്ഞില്ലേ സജീവമല്ല, ഇപ്പൊ പണിയൊന്നും ഇല്ലെന്ന്. അല്ല എന്നെ വീട്ടിൽ ഇരുന്നാണ് താൻ വന്നത്. ജാഫറെ, സജീവമല്ലാത്ത ഒരാളെ ഒരിക്കലും കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റാർ റാങ്കിങ്ങിന്റെ ഇന്റർവ്യൂവിൽ എടുത്തില്ല. ആ ചോദ്യം അങ്ങനെയല്ല. മനസ്സിലാക്കൂ. അല്ലെ പിന്നെ ചോദ്യത്തിന് മാറ്റം ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും കൈരളിയിൽ ഒരു മാറ്റം വരുത്തി ചോദിക്കണം. സജീവമല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഇപ്പൊ ആ കുട്ടി ഇപ്പൊ ആ കൊച്ചിനെ കുറിച്ച് തന്നെ പറയാം. അതിനകത്ത് എന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വേറൊരു ഗുണമുള്ള ആ സീരിയൽ കൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നെ ഇപ്പോൾ 5-6 വർഷമായിട്ട് 6-7 വർഷമായി സീരിയൽ ചെയ്തിട്ട്. ലാസ്റ്റ് സുരാജ് പടിഞ്ഞാറുമൂടിൻ്റെ ഒരു സ്വന്തപ്പെട്ട ഒരാൾ ചെയ്തൊരു സീരിയലിലാണ്. അവൻ്റെ സീരിയലാണെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പോൾ സുരാജിൻ്റെ ആണോ ആരാന്ന് എനിക്കറിയാൻ പാടില്ല. ആ സീരിയലിലാണ് ലാസ്റ്റ് ചെയ്തത്. പിന്നെ ചെയ്തിട്ടേ ഇല്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ സിനിമയുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ സിനിമ ഇതിന് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ സീരിയലിലേക്ക് വരും. സീരിയലിലും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മിമിക്രിക്ക് പോകും. അപ്പോൾ നമുക്ക് ഏജ് ആവും. മിമിക്രി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് ഏജ് ഇല്ലല്ലോ. 10-60 വയസ്സോ 75 വയസ്സോ വരെ പറ്റുന്നവരൊക്കെ ഓട്ടോറിക്ഷ. പിന്നെ എന്താ കണ്ണ് കാണാമെങ്കിൽ ലെൻസ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പണി ഇത് നമ്മുടെ റേഡിയോ റിപ്പയർ ഇതൊക്കെ ഇലക്ട്രോണിക്സിൻ്റെ പണിയൊക്കെ തോപ്പിക്കാനാവില്ല മക്കളെ. ആവില്ല മക്കളെ, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഉള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പല ഓഡിയൻസും താഴെ ഉള്ള ഓഡിയൻസ്. താഴെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ലോക്കൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാർ വന്നിട്ട് നമ്മൾ എന്ന് പറയുന്നത് ജാഫറിൻ്റെ ലോക്കൽ ഓഡിയൻസ്. അവർ ലോക്കലല്ലേ, അവരുടെ തൊഴിലാണ് ഈ ഓട്ടോറിക്ഷ ജോലി എന്ന് പറയുന്നത്. അവരാണ് റിയൽ ഓഡിയൻസ്. കൊണ്ടുവന്ന നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർക്ക് ഒരു പണിയും കിട്ടാത്തതുകൊണ്ട് മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെയാണ് ഈ പണി കിട്ടാത്തത്. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഓട്ടോറിക്ഷ പണിക്കൊക്കെ പോകും. അവർ ലോക്കലാവും. അല്ല ജാഫർ, ശരിക്കും പറഞ്ഞാൽ പറയട്ടെ, അങ്ങനത്തെ കുറേ ഓഡിയൻസുകൾ അവരാണ് റിയൽ ഓഡിയൻസ്. ആ ഓഡിയൻസ് എനിക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എന്ത് കിട്ടിയാലും പാവപ്പെട്ടവർക്ക്. ഇപ്പം എന്നോട് ഉടക്കിയ കൊച്ചുണ്ട്, ഈ കൊച്ചിനെ കിട്ടിയായിരുന്നെങ്കിൽ ഏതെങ്കിലും ഉടക്കില്ലാത്ത വീട്ടിലെ കുട്ടികളുണ്ടാകും വീട്ടിൽ കൊണ്ടു കൊടുത്ത് ചവര എന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. എന്ത് കിട്ടിയാലും പുള്ളി പുണ്യം വെച്ച് കഴിഞ്ഞു കൊടുക്കും. അത് ലാഗിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ത് കിട്ടിയാലും അങ്ങനെ ലാഗ് പറയും. ഈ കുട്ടിയെ കിട്ടിയായിരുന്നു ഏതെങ്കിലും കുട്ടികളില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തേക്ക് അവരെ എന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. അന്നത്തെ ഒരു സ്റ്റൈലായി പോയത്. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ 8-10 കൊല്ലമായി. ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു. അന്നത് കേൾക്കുമായിരുന്നു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പൊ കുട്ടി പറഞ്ഞാൽ എനിക്ക് വട്ടാന്ന് പറയും. ജാഫറിന് ഒരുപാട് സീരിയസ് വേഷങ്ങളൊക്കെ ജാഫർ ചെയ്തു. ഇപ്പം മമ്മൂക്കാട് കൂടെ രഞ്ജിത്തേട്ടൻ കയ്യൊപ്പാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു ഫസ്റ്റ് സിനിമ കയ്യൊപ്പ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് 2 സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങിയില്ല. അതിൻ്റെ സിനിമ ഇറങ്ങില്ല. ഒരു ചാനലിലും വരുന്നുണ്ട്, അതിൻ്റെ വെർഷൻ ചാനലിലും വരുന്നുണ്ട്, വേറൊരു ചാനലിലും വരുന്നുണ്ട്. പിന്നെ വേറെ സിനിമ ഇറങ്ങി മണിയുടെ തന്നെ ചാക്കോരണ്ണാവെന്ന് പറഞ്ഞു, കുഞ്ഞു വേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ കിട്ടിയത്. പക്ഷേ അതിനകത്ത് അതാ ചെയ്യാറുണ്ട്. ഒരു സിനിമ ഫുള്ളായിട്ട് ചെയ്ത ഒരു പടം എന്ന് പറഞ്ഞാൽ കയ്യൊപ്പ മമ്മൂക്കാട്. അതിനകത്ത് ആ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന തികച്ചും എന്നെ തിരിച്ചറിയാവുന്ന അടുത്തറിയാവുന്ന ഒരാൾക്ക് ആ പടം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ ചെയ്യും. അതെ. പിന്നെ ബിഗ് ബിയിൽ മമ്മൂക്കാട് നല്ലൊരു വേഷമായിരുന്നു. ഇതൊന്നും കൂടെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പലരും ചോദിക്കും.
ആ അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ എനിക്കൊരു ഒന്ന് രണ്ട് പടം വന്നിട്ട് ഇപ്പോൾ അടുത്തും ഒരു പടം വന്നു. ഒക്കെ മാറി മാറി വന്നപ്പോൾ ഇടയ്ക്കൊരു പടം ചെയ്തത് വലിയൊരു പടമായിപ്പോയി. ബിഗ് ബിയുടെ കൂടെ അഭിനയിക്കുന്നത് അത് മോഹൻലാൽ ലാലേട്ടനും അമിതാഭ് ബച്ചനും ഒന്നിച്ചായിരുന്നു. കാണ്ടഹാർ ആ പടത്തിലേക്കാണ് എനിക്ക് വന്നത്. അപ്പോൾ അങ്ങനെ അതും ചെയ്തു. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ നായകന്മാർ എല്ലാ നായകന്മാരുടെ കൂടെ ചെയ്തു. ആ ഇപ്പോൾ ആസിഫ് അലിയുടെ പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ജാഫർ, ഒരുപാട് ഷോ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാഫർ പലപ്പോഴും ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിളിക്കുന്നത് എനിക്കൊന്നും താല്പര്യമില്ല, ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാൻ പോയാലാത്തോണ്ട് അതെന്താ സംഭവം? പോയാലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടമാനം ആൾക്കാരൊന്നും വിളിക്കുന്നൊന്നുമില്ല. കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാർ ജാഫറിനെ കിട്ടുമോ, ജാഫറിനെ കിട്ടിയാലേ ഉള്ളൂ, ജാഫറിനെ എങ്ങനെയെങ്കിലും കിട്ടുമോ, അതൊന്നുമില്ല. ജാഫർ സ്റ്റേജിൽ പ്രത്യേകിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളൊരാണ് ജാഫർ. ഇപ്പോൾ ഒരു വിദേശ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കറിയാലോ ജാഫർ ഉണ്ടെങ്കിൽ ആ ഷോയ്ക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ജാഫറിന് എന്ത് പറ്റിയും മടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്ന് ഒരു ട്രിപ്പിന് പോകുമ്പോഴാണല്ലോ ഒരു ടീമിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകുന്ന ഏതെങ്കിലും നമ്മുടെ ഭാഗ്യവശാൽ നല്ലൊരു ടീമിന് ഇപ്പോൾ കലാഭവൻ്റെ കൂടെയൊക്കെയാണ് ആദ്യം അമേരിക്ക പോകുന്നത്. അല്ല അമേരിക്ക പോകണം ഇക്കാടെ കൂടെ ഇക്കാടെ കൂടെ ആദ്യം ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ പോയ പോക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പരിക്ക അവിടെ വെച്ച് തന്നെ വേറൊരു ഇക്കാരെ പരിചയപ്പെടുത്തുന്നില്ല. എന്താ ഒരു ഇക്കാരെ പരിചയപ്പെടുത്തുന്നത് ഷിക്കാഗോയിൽ വെച്ചിട്ട് എവിടെയോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആ ഫോൺ വിളിയിൽ പറഞ്ഞു ജാഫറെ നമ്മൾ നാദർഷയുടെ ട്രൂപ്പിൽ വന്നില്ലേ, അത്രയും ബഡ്ജറ്റൊന്നുമില്ല, ജാഫറിന് ചെറിയൊരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ കുറേ പേരായിട്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയല്ല ബന്ധം തന്നെ. അങ്ങനെ നമ്മളൊരു ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ നിന്നൊരുത്തങ്ങാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അവൻ മാത്രം പഠിപ്പിച്ചാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം നല്ലവരും അവരുടെ പരിധി വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. നമുക്കറിയാൻ പാടില്ല അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ തണുപ്പ് ഏരിയ, ചൂട് സമയം, പിന്നെ അവിടെ ഓഡിയൻസ് കുറവാണ്. ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഇത് കേട്ടോ, അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിലൂടെ അങ്ങനത്തെ ഭാഷക്കാരാണ് കൂടുതലിനകത്ത്. ഇതാണ് നമ്മൾ കൊണ്ടു കഴിഞ്ഞിട്ട് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അഡ്വാൻസ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് മേടിക്കും. അപ്പോൾ ബാലൻസ് പൈസ ഇവിടെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാറില്ല. അപ്പോൾ അടുത്ത് തന്നെ ഞാനും മണിയൊക്കെ പോയ ഒരു വലിയ ഷോയിലാണ് ഓസ്ട്രേലിയയിൽ പോയി ഓർക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പോയി ഞാൻ കേട്ട് അതെന്ത് പറ്റി ഓസ്ട്രേലിയയിൽ നിങ്ങൾ കലാഭവൻ മണിയും ജാഫർ കൂടിയും ചെന്ന് ഷോയ്ക്ക് എന്തോ അതെന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഈ ചളിക്കവട്ടത്ത് നമ്മുടെ നൗഷാദ് മെഡിക്കൽ ക്ലിനിക്കിൽ ENT സ്പെഷ്യൽ എനിക്കൊരു ഈ കുറുനാക്കിലെ ഒരു മുള്ളു കുടിയെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇൻഫെക്ഷനായി എനിക്ക് പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇത് വീർത്തിട്ട് 3 ദ്വാരം അങ്ങോട്ട് അടഞ്ഞുപോയി. നാസിയും വായും അർത്ഥത്തോടെ അടഞ്ഞു പോയിട്ട് 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരശേഷി പോകുന്നൊക്കെ പറയും. അപ്പോൾ എൻ്റെ പെരുമ്പാവൂരുള്ള കുറേ സുഹൃത്തുക്കളാണ് എന്നെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടത്. ഞാൻ തന്നെ താൻ ഇടിക്കുന്ന വണ്ടി ഡ്രൈവ് അങ്ങനെ പോയി കുറേ 10,000 മെഡിസിൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ മെഡിസിനുമായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഒരു സിഗരറ്റ് മേടിച്ചു ചുമ്മാ വരെ വലിച്ചേക്കരുത്, ഭയങ്കര പ്രശ്നമാണ്, തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ കാണണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുക. ഞങ്ങളങ്ങനെ പോയി കഴിയുമ്പോഴത്തേന് ആ ആൻറ്റിബയോട്ടിക് ഇവിടെ കയറ്റിയിട്ട് അത് ഊരിയിട്ട് അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഈ കാല് മസാജ് ചെയ്യുന്ന സാധനമുണ്ടല്ലോ, അതിനകത്തേക്ക് ഞങ്ങൾ എല്ലാവരും നിരന്നിങ്ങനെ ഇരിക്കുക. കയറി 5-6 വെച്ചിട്ടുണ്ടല്ലോ, അത് കയറ്റി വെച്ചപ്പോൾ നമ്മുടെ ആ ക്ഷീണമൊക്കെ കാരണം നല്ല സുഖം. അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, 2-3 നേരം ഉറങ്ങി. അതിൻ്റെ പടം വീഡിയോ അപ്പോൾ പറയാമല്ലോ. അതിനകത്ത് ആരൊക്കെ കള്ളു കുടിക്കും, ആരൊക്കെ കള്ളു കുടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ഇത് മദ്യപിച്ചിട്ടിരിക്കുന്ന എല്ലാവരും മറിച്ച എന്ന് പറഞ്ഞു. പിന്നെ അതിലുപരി നമ്മൾ സ്റ്റേജിൽ കയറിയപ്പം യൂട്യൂബിൽ ഹിറ്റായ ഒരു ഐറ്റം ഉണ്ട്, നെട്ടൂരാനോടാണോട് ആ കളി അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനാണ് അതിനകത്ത് തെറ്റിക്കാൻ വരുന്ന ആൾ. കോട്ടയം നസീറാണ് നടുക്കെന്ന് ചോദ്യം ചോദിക്കുന്നത്. അങ്ങേറ്റത്തൊരു തോക്കും പിടിച്ചുകൊണ്ട് ജയസൂര്യ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നടൻ ജയസൂര്യ. അപ്പോൾ ഇത്രയും 3 പേര് നിൽക്കുന്ന ഒരു സാധനം യൂട്യൂബിൽ വന്നു. ഈ യൂട്യൂബിൽ വന്നതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അയാൾ ഞാൻ നിങ്ങൾക്കൊരു റോള് തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമോ? കൃത്യമായിട്ടും ചെയ്യാൻ സാറേ, ഞാൻ ഒന്നിച്ച് പറഞ്ഞേൽപ്പിക്കാം. ഞാൻ നസീറിനോട് ചോദിക്കുന്നു, ഞാൻ നെട്ടൂരാൻ, അപ്പം നിങ്ങൾ വന്നിട്ട് ചോദിക്കണം നെട്ടൂരാനോടാണോടാ നിന്റെ ഈ കളി എന്ന് ചോദിക്കണം. ഇവിടെ ഒന്നും മണക്കണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ജയസൂര്യ അവിടെ അയ്യോ ഞാനല്ല എന്ന് പറയുന്നു. പെട്ടെന്ന് ഇവിടെ നസീർ പറയുന്നു എന്നെ ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നു. എൻ്റെ സാറേ ഇത് ഒന്നുകൂടെ പറഞ്ഞ് നെട്ടൂരാനോടാണോടാ നിന്റെ കളി വന്നു കഴിയുമ്പോഴത്തേനും നെട്ടൂരാണോ ടൂണാണോന്ന് പറയുമ്പോൾ അയാളെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിപ്പണം നെട്ടൂരാണോടാണോടാ കളി. അപ്പോൾ ഇയാൾ നെട്ടൂരായിട്ട് മൈക്ക് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യണ്ടത്. നെട്ടൂണാണോ എന്നിട്ട് പറഞ്ഞിട്ട് തിരിച്ചു തട്ടെ. അതെ നിങ്ങൾക്ക് ഈ ഹുമ്മെന്നെടുത്ത് മാറ്റാവോ?
എന്ന് ചോദിക്കും. അതെ. അപ്പൊ ഞാൻ കുറെ തെറ്റിച്ചു. ഉവ്വ്. ഈ തെറ്റിച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാ അതെ എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ചോദിച്ചു. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? പ്രോഗ്രാം പോരാ, എന്ത് പറ്റി? പ്രോഗ്രാം പോരാ. എന്ത് പറ്റിയത്? എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത് അവർ മൊത്തത്തിലൊരു റിഹേഴ്സലല്ല, അവർ മൊത്തം തെറ്റിപ്പോകും. തെറ്റിപ്പോണോ? എന്ത് മൊത്തത്തിൽ ഷോ മൊത്തം തെറ്റിപ്പോകും. ഒരു ഡയലോഗ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ നെട്ടൂരാട്ടോടാണ് കളി. അത് തെറ്റിച്ച് പറഞ്ഞത് അവര് റിയൽ ആക്കി അതായിട്ട് മനസ്സിലായില്ല. ഒന്നുമല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതേ, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അത് തന്നെ അല്ല, അങ്ങനത്തുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇവിടെയുണ്ട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോട്ടൊക്കെ നല്ല ഗംഭീരമായിരിക്കും, അവർ പാവങ്ങളുമായിരിക്കും, തൊട്ടിപ്പുറത്ത് വൈഫൊക്കെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കോമഡി കളിക്കുമ്പോൾ നമ്മളത് സ്റ്റേജിൽ കയറി ചെയ്യുന്നതായിരിക്കും. നമ്മൾ സ്റ്റേജിലൊരു ഷോ ചെയ്യുമ്പോൾ തന്നെ അതിന് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ ഉള്ളതാണെങ്കിൽ പൂകണം ഇറക്കി വിടും, അതിനെ കാണാൻ നിൽക്കരുത്. ഇത് വൈകുന്നേരം വരെ തീരുന്ന വരെ കണ്ടുകൊണ്ടിരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ടു. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ക്ലബ്ബുകൾ ക്ലബ്ബിലൊക്കെ പോകുന്നത് നല്ല നല്ല ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല കോമഡി വരുമ്പോഴത്തേക്ക് ഒരു പിന്നെ ഒരാളൊരു കോമഡി നല്ല അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇയാൾ നല്ല സെൻസുണ്ടാകും. അയാൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചിരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്, വാശി ചിരിക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കുലുക്കം കണ്ടു നോക്കിയപ്പോൾ ഇയാളുടെ അടുത്ത് ഇങ്ങനെ ഞാൻ കാണിക്കും പെട്ടെന്ന് ഫ്രാൻസിസ്. അപ്പോൾ ഇയാൾ എന്ത് ചിരിക്കല്ലേ ചിരിക്കാനുള്ളതൊന്നുമില്ല, ചിരിക്കില്ല. അപ്പോൾ ഇയാൾക്ക് ചിരി വന്നിട്ട് ഇയാളിങ്ങനെ ഫ്രാൻസിസ് അവനപ്പോൾ കണ്ടുപിടിക്കും, അവിടെ ആരും ഇരുന്ന് പഠിക്കുന്നത് കണ്ട് ചിരിക്കുന്നില്ല, മര്യാദയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞു. ഇയാൾ പിന്നെ ഇത് ഈ കോമഡി കണ്ടപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒറ്റ ചിരിച്ച് കഴിയുമ്പോഴത്തേന് ഇയാൾ ഈ സ്ത്രീയെ ആ താക്കോലും എടുത്ത് വണ്ടിയുടെ താക്കോലും എടുത്തങ്ങ് പോയി പുറത്തിറങ്ങി ഇവരങ്ങ് പോയി. അപ്പോൾ അയാൾക്ക് കൂടെ ഇറങ്ങി പിന്നെ വഴക്കുണ്ടാക്കാൻ പറ്റുമല്ലോ. ഇവരങ്ങ് പോയി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹലോ ഫ്രാൻസിസ് എന്തുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അയ്യോ എന്ത് പരിപാടിയായിരുന്നു, എന്ത് മാഡം എന്ത് വൈഫ് എന്ത് അല്ല ഉണ്ട് കള്ളമൊക്കെ പറയാം. ഈ താറാവൂട്ടം പോയി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ പാന്തി എത്താത്ത താറാവുണ്ട്, അതിനെ ഇങ്ങനെ ഓടിച്ചു വിടുള്ളൂ. അത് പിന്നെ രക്ഷപ്പെടിയല്ല, അതിന് കനമില്ല. അവർ ഈ കൊച്ചിനെ ഇട്ടേച്ചു പോലെ തിരുവതാറാനും ഇട്ട പോലെ ഈ പുള്ളിനെ ഇട്ടേച്ചു പോയി. ഇല്ലൊന്നൊക്കെ ഇരുളില്ലാത്ത മഴയും കോട്ടൂരി തോളയിട്ട് ഒരു 3 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴത്തേക്കും വേറെ ആളെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുക. ഇയാൾ അന്ന് ഉപേക്ഷിച്ചു, ഈ ചിരിച്ചായിരുന്നു അപ്പം ഉപേക്ഷിച്ചു ആ ഒരു ചിരിക്കുക. അതാണ് അധികാരം അവിടെ പോയി. ജാഫറെ ഇപ്പൊ ഈ ഇവരെ കുറ്റം പറയുന്നുണ്ട്, അവിടെ താല്പര്യമില്ല പോകാൻ. ജാഫറെ വേറെ കടിച്ചു വെച്ചിട്ടെ. ജാഫർ ഇപ്പോൾ പറഞ്ഞു മദ്യപിക്കാത്തതിൻ്റെ പേരിൽ ആണ് അവർ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. മദ്യപിച്ചില്ലെങ്കിൽ പോലും അവർ ഇങ്ങനെ തളർന്നിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കും കഴിച്ച് തളർന്നിരിക്കുന്ന സ്റ്റില്ലെടുത്തിട്ട് യൂട്യൂബിലിട്ടും. ശരിക്കും വെള്ളമൊടിക്കും ജാഫർ? വെള്ളമൊടിക്കും. ഞാൻ മാത്രമല്ല, ചിലപ്പം വൈഫ് വെള്ളമൊടിക്കും. പിന്നെ ആളും തരം നോക്കി ആളില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ പിള്ളേരും വെള്ളമൊടിക്കും. ഇതൊക്കെ ഇങ്ങനെ തുറന്നു പറയാനുള്ള ധൈര്യം പറയാനുള്ള ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വാട്ടർ ടാങ്കിൽ വെള്ളം അടിക്കാൻ ഇക്കാരെ കൊണ്ടുവന്ന് എനിക്ക് വെള്ളം അടിക്കാൻ പറ്റും. അപ്പം ഞാൻ വെള്ളം അടിക്കാൻ സ്വിച്ച് ഇടുമ്പോൾ ഞാൻ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ വൈഫ് അടിക്കും. രണ്ടുപേരും അവിടെ ഇല്ലെങ്കിൽ പിള്ളേർ ചിലപ്പം അടിക്കാറുണ്ട്. ആ സ്വിച്ച് ഒന്നിട്ടാൽ പോലെ. പെട്ടെന്ന് ജാഫർ ഇതുവരെ വന്ന ഒരു യാത്രകളുടെ ഇടയിൽ പെട്ടെന്ന് ഓർക്കുന്നതും മറക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ മറന്നു പോയിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ സ്പോട്ടിൽ വെച്ചിട്ട് അവരുടെ അടുത്ത് സോറി പറഞ്ഞേക്കാം. മറന്നു പോയതാണെങ്കിൽ ചോദിക്കുക ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊരു സെഗ്മെൻ്റാണ്. 2007 ബ്ലാക്ക് കാറ്റ് എന്ന ചിത്രം റിലീസ് ചെയ്തു. 2007 ആ ചിത്രം റിലീസ് ചെയ്ത മാസം ദിവസം ഓർമ്മയുണ്ടോ? അത് ജനുവരി 31 അല്ല, ഒക്ടോബർ 27. തെറ്റിപ്പോയി. അതിന്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ക്യാമറമാൻ ഓർമ്മയുണ്ട്. ആരാണ്? ക്യാമറമാൻ ഓർമ്മയുണ്ട്, പക്ഷേ പെട്ടെന്ന് കഴിക്കുമ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഇവിടെ വെച്ച് സോറി പറഞ്ഞു. വേണുഗോപാൽ ക്യാമറമാൻ വേണുഗോപാൽ വേണുചേട്ടൻ. 2 വേണുണ്ട്, അതിൽ ഇത് വേണുഗോപാൽ. അല്ല അതിനെന്തറിയോ, അത് എന്നാ അതുകൊണ്ട് ഒരു കാര്യം പറയാം. അതിനെ വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു ബന്ധമായില്ല അന്ന് സിനിമയിൽ, എനിക്ക് അത്ര അങ്ങായില്ല. അപ്പോൾ ഇപ്പം സാറിന് സോറി ഞാൻ പറഞ്ഞേക്കാം. സോറി സാർ, ഞാൻ പിന്നെയും പടം ചെയ്തു എനിക്ക് തോന്നുന്നു. ഓക്കെ. വീരാളിപ്പട്ട് എന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ ആരാണ്? അതറിയില്ല കേട്ടോ. വീരാളിപ്പട്ടിലുണ്ട് വിജുവേഷമാണ് ക്യാമറമാൻ. എനിക്കറിയാം ക്യാമറമാൻ, നമുക്ക് അറിയേണ്ട ക്യാമറമാനല്ലോ. അതിന്റെ പ്രൊഡ്യൂസർ ആരാ? ഇത് കുരിശാട്ടം അങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു ഞാൻ. അല്ല, നമ്മുടെ ഇതിന്റെ ഒരു സെഗ്മെന്റ് അതാണ്. കയ്യൊപ്പ് എന്ന ചിത്രത്തിൽ അഭിനയിച്ച് മമ്മൂക്ക ആയിട്ട് ഒരുമിച്ച് അഭിനയിച്ച ആദ്യത്തെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കഥാപാത്രം രഞ്ജിത്തേട്ടൻ്റെ സിനിമ അല്ലേ കയ്യൊപ്പ്? അത് കയ്യൊപ്പാണ്. ഓക്കെ. ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് കഥാപാത്രം. മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ബാലേന്ദ്രൻ. മലയാളി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അതിൽ നായികാരായിരുന്നു അത് അയ്യോ
ഒരു സീരിയലിൽ നിന്ന് വന്ന കുട്ടിയാണ്, മലയാളി സിനിമ. ആരായിരുന്നു? ആ കുട്ടിയുടെ പേര് എനിക്ക് വലിയ അല്ല, ആ വരുന്ന പെണ്ണുങ്ങളെല്ലാം ഞാൻ അവിടെ പരിചയപ്പെടാൻ പോവാ. അതല്ല, ഒന്നും ഓർമ്മയില്ലേ? അല്ല, ആ കുട്ടിയുടെ പേര് ആ സിനിമയിൽ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. ആ കുട്ടിയുടെ പേര് നിയ. ആ നിയ. ശരിയാണ്. നിവിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിയ വിയ. കടാക്ഷം സിനിമയുടെ പ്രൊഡ്യൂസർ, സിനിമയുടെ പ്രൊഡ്യൂസർ സുരേഷ് ഗോപി സിനിമയല്ലേ കടാക്ഷം? ആ, സുരേഷേട്ടൻ്റെ പടം അല്ലേ? കടാക്ഷത്തിലെ ജ്യോതിച്ചേട്ടൻ നല്ല ഭയങ്കര വേഷം ചെയ്തിട്ടുണ്ട്. ജഗതിച്ചേട്ടൻ വേഷം ചെയ്തിട്ടുണ്ട്, ജാഫർ ചെയ്തിട്ടുണ്ട്. കോട്ടയം നസീറുണ്ട്. സിനിമയുടെ പ്രൊഡ്യൂസർ ആരാ? അറിയില്ല. AV അനൂപ് മെഡിമിക്സ്. ഇതല്ല ഈ പ്രൊഡ്യൂസറിന്റെ കേസ് മാത്രം ചോദിക്കുന്നത്. കാശ് മേടിക്കുന്നല്ലേ? അല്ല, കാശ് മേടിക്കണല്ലെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാർ എപ്പോഴും ഒന്നും പുറത്തിരിക്കില്ല, വല്ല വരില്ല. കാണ്ഡഹാർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചു എന്ന് നേരത്തെ വീരവാദം മുഴക്കി. അപ്പോൾ ആ ചിത്രത്തിൽ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മയുണ്ട്? അല്ലേ, എനിക്ക് കഥാപാത്രത്തിനകത്ത് പേരില്ല. കഥാപാത്രത്തിൽ പണിയുന്ന ഒരാൾ, വർക്ക്ഷോപ്പിൽ പണിയുന്ന ആള് കഥാപാത്രത്തെ പലരും പേര് ചൊല്ലി വിളിച്ചു. ആ സിനിമയിൽ ഏത് പേരായിരുന്നു? ഇല്ലെന്നേ. സുഹൃത്തിൻ്റെ പേര് തന്നെയായിരുന്നു. ഈശ്വര. മണി ആണോ? ഒരു പ്രാവശ്യം കണ്ടു വിളിക്കലുണ്ട് ആ അനൂപ് ചന്ദ്രൻ. ഒരു പ്രാവശ്യമെങ്കിൽ ഒരു പ്രാവശ്യം. കഥാപാത്രത്തിന് പേരില്ല എന്ന് പറയുന്നത്. പേരുണ്ട്, മണി. മണി ഇന്നാ. ആ മണിക്ക് ഒരു സോറി ഇല്ല. അപ്പൊ ഇത് ഇതൊക്കെ ശരിയെന്നാ. ശരിയല്ലേ? അല്ല, ഇത് എന്നാന്നറിയോ, ഇതിങ്ങനെ വേണം. ഈ ഷോ ഇങ്ങനെ വേണം. ഇതിപ്പോൾ എല്ലാവരും പറയും നമ്മൾ ഒരാൾ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഇക്കാര്യം ഞാൻ ഇവിടെ വെച്ച് കാണും. അതെ, അല്ല, ഇവിടെ വെച്ചിട്ടാണ് ഈ കുട്ടികളും ഇതൊക്കെ കാണുന്നത്. ഇപ്പോൾ ഇതെന്നാന്ന് വെച്ചാൽ പല ഷോയും ഇപ്പോൾ ഈ ഒരു ചാനലിൽ നടക്കുന്ന ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ലൊക്കേഷനിൽ വെച്ചിട്ട് ഞങ്ങൾ വിളിച്ച് ഭയങ്കരമായിട്ട് ഞങ്ങൾ ചോദിച്ചു, ഇത് ഒറിജിനലാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അയ്യോ അങ്ങനെ ഇങ്ങനെയാണ്, കറക്റ്റ് നിയമപരമായിട്ടാണ് പോകണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇതിങ്ങനെ വേണം. ഇതിപ്പോൾ ഇങ്ങനെ കയറ്റി ഇരുത്തി കൊണ്ടുപോകണം. സെലിബ്രിറ്റി ആണ് അല്ലെങ്കിൽ വേറൊരാളാണെന്ന് പറഞ്ഞിട്ട് കയറ്റി അവിടെ കൊണ്ടുവന്നെല്ലാം പഠിപ്പിച്ചേച്ച് ചെയ്യുമ്പോഴത്തേന് ആൾക്കാരെ മോശമാക്കുന്നത്. ഇപ്പോൾ എനിക്കത് ഫീൽ ചെയ്യോട്ടേക്കത്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇതിപ്പോൾ നോക്കിയാൽ സത്യം പറയാം, ഇതങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ എൻ്റെ ക്യാമറ ചെയ്ത ബ്ലാക്ക് ആറ്റ് ക്യാമറ ചെയ്ത ക്യാമറാമാനെ മറക്കുമോ? മറന്നിട്ടുള്ളതല്ല, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഞാൻ തിരക്കി പിടിച്ചെടുക്കണം. ഇത്രയും വർഷമായി. അത് ജാഫറിൻ്റെ കുഴപ്പമില്ല. അത് ഞാൻ പറ്റും ഇപ്പോൾ എൻ്റെ അടുത്ത് ജാഫർ ചോദിക്കുകയാണ്, പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൺഫ്യൂഷൻ തന്നെ ഞങ്ങൾ മുതലെടുക്കുന്നുള്ളൂ. ആ ഒരു സെക്കൻഡ്. പക്ഷേ വേറെ കാര്യം, ഇവിടെ വന്നിട്ട് മുമ്പേ പറഞ്ഞു തരുന്ന ഒരു മാമൂലെന്നും പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാക്കുന്ന ഒരു സംഭവം അതുണ്ടായിരുന്നെങ്കിൽ ഞാനത് പടപടയെന്ന് പറയൂലേ, അല്ലെങ്കിൽ ആലോചിച്ചിരുന്ന് പറയും, എനിക്കറിയാം, ഒന്ന് ആലോചിക്കട്ടെ, അത് തന്നെ എന്നൊക്കെ പറയും. ശരി, ഒരിടത്തൊരു പോസ്റ്റ്മാൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ഒരിടത്തൊരു പോസ്റ്റ്മാൻ്റെ ക്യാമറാമാൻ ഷാജിച്ചേട്ടനല്ലേ? അല്ലല്ല, ഷാജിച്ചേട്ടനല്ല, ഒരിടത്തൊരു പോസ്റ്റ്മാൻ കുഞ്ചാക്കോ പോകട്ടെ. അതന്നെ മറ്റേ ഇങ്ങനെയുള്ള ആനന്ദ് ബാലകൃഷ്ണൻ. ശരിയാണ്. കാണാക്കൊമ്പത്ത് എന്ന ചിത്രത്തിൽ 3 നായകന്മാരുണ്ട് ഒരുമിച്ച് അഭിനയിച്ച. അതിൽ ഈ 3 നായകന്മാരുടെ പേര് അതെങ്ങനെയാ? 3 നായകന്മാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിച്ചില്ല. അത് 3 നായകന്മാരുടെ പുതിയ പിള്ളേരായിരുന്നു. അവരുടെ പേരാ ചോദിച്ചേ. ഒരു പേര് അതന്നെ അല്ല ചോദിച്ചല്ല, എത്ര മാസം അല്ല 1 മാസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതെ, ഷൂട്ടിംഗ്. ആ പിള്ളേർ വിചാരിച്ചിരിക്കണമെന്ന് അറിയോ, ജാഫർക്ക് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ അല്ലേ നീ, അതങ്ങനെ ഒരു ആത്മീയ ബന്ധമൊന്നും വന്നില്ല പിള്ളേരുമായിട്ട്. പക്ഷെ എന്നാൽ പേരെന്നെ വിനോദ് കൃഷ്ണൻ, ശങ്കർ നാരായണൻ, ദീപു ശ്യാം. ഇത് ഓപ്ഷനാ? ഓപ്ഷനല്ല, ഈ 3 പേരാണ് ഉദ്ദേശിച്ചത്. നായിക ഓർമ്മയുണ്ടോ? നായിക ഓർമ്മയുണ്ടോ? നായിക മൈഥിലി. പിന്നെ അത് എന്നാ കൃത്യമായിട്ട് ഓർത്തിരിക്കണത് അങ്ങനെയല്ലേ? അത് പറക്കില്ല. അത് അല്ല, അതിനകത്ത് 3 നായകന്മാരില്ല, അതുകൊണ്ട് ഓർത്തിരുന്നു. ഇത് നായകന്മാരെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പ്, ന്യൂ ജനറേഷൻ 24 നായകന്മാർ വേണം. ഇത് ആരൊക്കെ എന്തൊക്കെ എനിക്ക് തന്നെയാണ്. 10-24 നായകന്മാരും ഒരു നായികയും. നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള വടംവലിയാണ്. തെറിച്ച വീട്ടിലും കേട്ടിട്ടുണ്ടാവില്ല. ഡയറക്ടർ ആരാണ്? മഹാദേവൻ. അയ്യോ, മഹാദേവൻ സാർ ഉഗ്രൻ ഡയറക്ടർ ഉണ്ട് അദ്ദേഹം. ലക്കി ജോക്കേഴ്സ് ജോക്കേഴ്സിന്റെ ഒരു പ്രത്യേക പടമാണ് അല്ലേ? ആ സിനിമയുടെ സംവിധായകൻ. പിന്നെ മാനത്തെ കൊട്ടാരം ചിക്കയുടെ ഫിലിമിന്റെ ഫസ്റ്റ് പടത്തിന്റെ. പിന്നെ അതുകൂടാതെ സാജു കൂടിയൻ സ്ക്രിപ്റ്റ് എഴുതിയ പടം. പിന്നെ അത് തന്നെ ഫുള്ളായിട്ടൊരു പടത്തിൽ ഫീമെയിൽ വേഷം കിട്ടിയ ഞാൻ. അങ്ങനെയൊക്കെ ക്യാമറമാൻ അല്ലേ? അതിന്റെ ക്യാമറമാൻ ഇദ്ദേഹം തമിഴ്നാട്ടിലെ. അയ്യോ, അതെനിക്ക് പേര് പെട്ടെന്ന് കിട്ടാത്ത.
ആ ഒരക്ഷരം തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കിട്ടും. ഭരണി. ഭരണിക്കതൻ. അയ്യോ ബാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്കത് കിട്ടാനേ. ഞാൻ വേറെ പടം കൂടെ ചെയ്തു. ഭരണി കേദാരൻ. ആ എന്താ ക്യാമറ. 916 എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചു. 916 അഭിനയിച്ചു. പ്രൊഡ്യൂസർ അറിയില്ല. KV വിജയൻ. ജാഫറെ, ഏതായാലും നമ്മുടെ സ്റ്റാർ റാങ്കിങ്ങിൽ പങ്കെടുത്തതിനും ഇവിടെ കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയതിനും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഈ പിള്ളേരൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. അല്ല, എനിക്കും വേറെ കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. ഇത് ഈ പരിപാടി കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ഒരു സംശയം കിടപ്പുണ്ട് കേട്ടോ മനസ്സിൽ. അതായത് ചുമ്മാ അഡ്ജസ്റ്റ്മെന്റ് ആണോ അങ്ങനെയാണോ? ഇപ്പൊ എനിക്ക് അനുഭവം അറിയാൻ പറ്റും. ഞാൻ അഭിനയിച്ച പടത്തിന്റെ ക്യാമറമാൻമാരെ പൊന്നു സാറേ ഓർത്തെടുത്താൽ പറയാവുന്നുള്ളൂ, അങ്ങനെ പെട്ടെന്ന് എനിക്ക് പറയാനും പറ്റില്ല. എല്ലാവരും ക്ഷമിച്ചേക്കണം. അപ്പോൾ ഓഡിയൻസും ഒന്ന് ഓർത്തേക്കണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് അല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേക്കാ. ഞാനത് തോറ്റുപോയില്ലേ ഇവിടെ. പിന്നെ ഈ ചോദ്യങ്ങളുടെ ഇത് എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചത്, ഈ സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ ഇട്ട് നിങ്ങൾ അറേഞ്ച്ഡ് ആയിട്ടുള്ള ചൂടാകലായിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ചോദ്യങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ചില കാര്യങ്ങൾ ചൂടായി പോകും അല്ലേ? അത് സത്യമല്ലേ? അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ കുട്ടി ചോദിച്ചാൽ അതെന്നാ പറയാ, അതാ ഒരൊറ്റ ആക്ഷനിലൊക്കെ മാറിപ്പോയത്. ആഫ്രിക്ക അത് മറ്റേ ഇപ്പം പഴയ സംഭവമായിരുന്നു. ഇപ്പോൾ സജീവമല്ലല്ലോ. ചുമ്മാ എന്താ വേസ്റ്റ് കൊണ്ട തള്ള പോലെ ആയിപ്പോയാ ചോദ്യം. നമ്മൾ ചൂടാവും. അതാണ് അത് നല്ലതായി. അല്ലാതെ നിങ്ങളോടൊരു വിദ്വേഷവും നിങ്ങൾ ചോദിച്ചതിനോ ഇതൊന്നുമല്ല. ഇപ്പം ഞാനിപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ ഞാൻ ഡിമ്മാവും. അപ്പോൾ വേറെ ആൾ അഭിനയിക്കാതിരിക്കും എൻ്റെ വേഷം പോലെ. പക്ഷെ നമ്മൾ പിടിച്ചു കയറും. അതല്ലേ സിനിമ. ഏത് തൊഴിലാണേലും അങ്ങനെയാണ്. അപ്പോൾ വിചാരിച്ചവരോട്ടെ മക്കളൊന്നും ആരൊന്നും വിചാരിച്ചില്ല. കണ്ണാടിക്കാരെ രണ്ടുപേരും ഇറങ്ങി വന്ന് ഇരിക്കുക. രണ്ട് കണ്ണാടി വെച്ചത് അപ്പോൾ ഒറിജിനലാണ്. അതെ ജാഫറെ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സോങ് പാടി നിർത്തിയാലോ? ജാഫർ സാധാരണ സ്ഥിരം പാടുന്ന പാട്ടുകൾ പറഞ്ഞ് ഞാൻ പാട്ടുകാരനായി. 3 എപ്പിസോഡിൽ പാട്ട്. ഞാൻ പാട്ടുകാരനല്ല. ഓക്കെ, പാടിക്കാൻ കൂടെ അതല്ല വേണ്ട. ചെറിയ ജാഫർ ഇപ്പോൾ ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളെ എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാരഡി പാടാൻ പറ്റും ജാഫറിൻ്റെ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചെയ്താൽ മതി. അങ്ങനെ മതി. മൊത്തം അറിയാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2002 2001 തോന്നുന്നു അബീക്കാട് ട്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ. അബീക്കാട് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വട്ടം കൂടിയിരുന്ന് ഇങ്ങനെ ആലോചിച്ചൊരു പാട്ടും അതിനകത്ത് ഞങ്ങൾ കുറേ പേര് ആരൊക്കെ എഴുതുന്ന അറിയാൻ പാടില്ല. അന്ന് ഞങ്ങൾ വട്ടം കൂടി ചെയ്തു. അന്ന് ഉള്ളിക്ക് ഭയങ്കര വിലയായിരുന്നു. പക്ഷേ ഇത് എഴുതി തിട്ടപ്പെടുത്തി വന്നപ്പോൾ ഉള്ളിയുടെ വില കുറഞ്ഞും പോയി. പിന്നെ പ്രസക്തിയില്ലാതെ ഇപ്പൊ ഭയങ്കര വിലയാണ്. അപ്പോൾ അത് വെച്ചിട്ട് 100 രൂപ കണ്ടെങ്കിലോ. അപ്പോൾ ഉള്ളീനെ വെച്ചിട്ട് ഒരു പാട്ട്. ഉള്ളിക്ക് വിലക്കയറ്റമല്ലേ, അതിനെ കുറിച്ചിട്ട് കുഞ്ഞു പാട്ട് കുറച്ചേറെ ഉള്ളതിന്റെ ബാക്കി നമുക്ക്